ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ലോട്ടസ് പോളിനേറ്റ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ്. ഒരു പുതിയൊരു വെറൈറ്റി താമര എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ചിലപ്പോൾ സക്സസ് ആവും, ചിലപ്പോൾ സക്സസ് ആവില്ല. ഇത് ഹൈബ്രിഡ് താമര ആയതുകൊണ്ട് തന്നെ ചില വെറൈറ്റികൾ പെട്ടെന്ന് സീഡ് പോഡ് കാണിക്കൂല. സീഡ് പോഡിൽ വിത്ത് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. എന്നാൽ എങ്ങനെയാണ് പോളിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ വീഡിയോ. ഇതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡേ ഫ്ലവറാണ്. ഇതൊരു കർണയാണ്, നമ്മളിതാണ് ചെയ്യുന്നത്. ഇത് സെക്കൻഡ് ഫ്ലവറാണ്, മെയിൽ എന്ന് പറയുന്നത്. മെയിലിൻ്റെ അപ്പോഴാണ് പൂമ്പൊടിയൊക്കെ ഉണ്ടാവുക. അത് മഞ്ഞ കളറിൽ കാണുന്നതാണ് അതിൻ്റെ പൂമ്പൊടി. അതൊക്കെ നമ്മൾ എടുത്ത് കളക്ട് ചെയ്യാം. ഇതാണ് അതിൻ്റെ പൂമ്പൊടി. ഇത്രയും നമ്മൾ പൂമ്പൊടി കളക്ട് ചെയ്ത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പൂമ്പൊടി എടുത്തിട്ട് ഫസ്റ്റ് ഡേ ഫ്ലവർ, അത് ഫീമെയിൽ ഏക്കാരം, ഫീമെയിൽ പൂമ്പൊടി എടുത്തിട്ട് അതിൽ ഇടുക. ഈ ഫ്ലവർ കണ്ട സീഡ് പോഡ്, ഇതിൽ പൂമ്പൊടി ഉണ്ടാവില്ല. ഫസ്റ്റ് ഡേ ഫ്ലവർ ആകുമ്പോൾ പൂമ്പൊടി ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽക്കാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത് പരാഗണം ചെയ്യാൻ. ഒരു ബ്രഷ് കൊണ്ടൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതിയാവും. പക്ഷെ ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിലിട്ട് കൊടുക്കുക. ഇപ്പോഴാണ് പോളിനേഷൻ കഴിഞ്ഞ് ഫസ്റ്റ് ഡേ ഫ്ലവറും അതേപോലെ തന്നെ സെക്കൻഡ് ഡേ ഫ്ലവറും കൂടിയായിട്ട് അറ്റാച്ച്ഡ് ചെയ്തിട്ടാണ് ഒരു പുതിയ വെറൈറ്റി താമര നമ്മൾ സീഡ് മുളപ്പിക്കണത്, പുതിയ ഉണ്ടാക്കണത്. ആ സീഡ് വലുതായിട്ടാണ് നമ്മൾ മുളപ്പിച്ചിട്ടാണ് പുതിയ ഇനം താമര ഉണ്ടാക്കുന്നത്. അത്തരത്തിൽ ചെയ്തെടുത്തൊരു താമരയാണ് ഇത്. നല്ല ഹൈറ്റിലാണ് വന്നിട്ടുള്ളത്. ഞാൻ പോളിനേറ്റ് ചെയ്ത ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ കൊടുക്കുന്നതാണ്. ഒരു ചെറിയ പാത്രത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ട്. അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ടായിട്ട്. അതിൽ കയറിയായിട്ട് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഭംഗിയുള്ളതാണ്. ഇതിൽ ഞാൻ കൊടുക്കുക ഇതിൻ്റെ ഫ്ലവർ. അങ്ങനെ പോളിനേറ്റ് ചെയ്തൊരു വെറൈറ്റിയാണ്. ഏറ്റവും ഹൈറ്റിൽ വരുന്നൊരു വെറൈറ്റിയാണ് ഇത്. അതിന് ഉദാഹരണം കാണിച്ചെന്നുള്ളൂ. ഇതാണ് ഞാൻ പോളിനേറ്റ് ചെയ്തത്. അതിൻ്റെ ഫ്ലവർ പീക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, ഇതിൻ്റെ സൈഡിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഉപകാരമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ പുതിയ ആമ്പലുകൾ ഡെവലപ്പ് ചെയ്യുക. അത് പിന്നെ ഒരു വർഷത്തോളം സെർച്ച് ചെയ്ത് അത് ട്രോപ്പിക്കലാണോ സെമി ട്രോപ്പിക്കലാണോ അതോ പൂക്കാത്ത വെറൈറ്റി ആണോ എന്നൊക്കെ പിന്നെയാണ് നമ്മൾ അറിയുള്ളൂ. അതൊരു വർഷത്തോളം നോക്കണം, എല്ലാ ക്ലൈമറ്റിലും ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളതൊക്കെ നോക്കിയിട്ട്. ഇതിൻ്റെ ഈ ഒരു വെറൈറ്റി നന്നായിട്ട് ബ്ലൂം ചെയ്യുന്നുണ്ട്. ഞാൻ അറ്റ് എ ടൈം ഇപ്പോൾ ഞാൻ ഡോർമെൻ്റായി എന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് ഒരു ബഡ് വന്ന് നിൽക്കണത് കാണണം. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു വെറൈറ്റി ഉണ്ടാക്കുന്നത്.